Events has unfolded in connection with the attack on Bollywood actor Saif Ali Khan. A Colaba resident, Akash Kailash Kanojia, was detained earlier this month, leading to a series of unfortunate consequences in his life. Hi everyone, I'm Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. സെയ്ഫ് അലി ഖാൻ സ്റ്റാബിംഗ് കേസ്. സ്റ്റാബിംഗ് എന്നാൽ കത്തി കൊണ്ട് കുത്തൽ എന്നുള്ള അർത്ഥമാണ്. സെയ്ഫ് അലി ഖാനെ കത്തി കൊണ്ട് കുത്തിയ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയാണ്. മാൻ അറസ്റ്റഡ്, ഒരു പുരുഷനെ അറസ്റ്റ് ചെയ്തു ബൈ മിസ്റ്റേക്ക്, പിശകു പറ്റിക്കൊണ്ട് ഒരു പുരുഷനെ അറസ്റ്റ് ചെയ്തു. ആ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി ടു പ്രൊട്ടസ്റ്റ്, പ്രതിഷേധിച്ചേക്കും ഔട്ട്സൈഡ് ആക്ടേഴ്സ് മുംബൈ ഹോം, ഈ നടൻ്റെ വീടിന് പുറത്ത് പ്രതിഷേധം നടത്തിയേക്കും. സീക്കിംഗ് ജോബ്, ജോലി തേടിക്കൊണ്ട്, ജോലി അന്വേഷിച്ചുകൊണ്ട്. സേയ്സ്, അദ്ദേഹം പറയുന്നു, ഐ ഹാവ് ലോസ്റ്റ് എവറിത്തിങ്, എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു. ബിക്കോസ് ഓഫ്, കാരണം, എന്താണ് കാരണം? വാട്ട് ഹാപ്പൻ ടു ഹിം, അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത്? സെയ്ഫ് അലി ഖാന്, അത് കാരണം എനിക്ക് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു, ആയതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വീടിന് മുമ്പിൽ ജോലി തേടിക്കൊണ്ട് ഞാൻ ഒരു പ്രതിഷേധം നടത്തിയേക്കും. സെയ്ഫ് അലി ഖാൻ സ്റ്റാബിംഗ് ഇൻസിഡൻറ്റ് എന്നാൽ സംഭവം. സെയ്ഫ് അലി ഖാനെ കത്തി കുത്തേറ്റിട്ടുള്ള സംഭവം ഹാസ് റേസ്ഡ് സീരിയസ് കൺസേൺസ് എബൌട്ട് മുംബൈ പോലീസ് ആക്ഷൻസ്. കൺസേൺ എന്നാൽ വിഷയം, ഉത്കണ്ഠ, ഇതൊക്കെയാണ് അർത്ഥം. ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് പോലീസിൻ്റെ നടപടികൾ, അതുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു വലിയൊരു കാര്യമായിട്ടുണ്ട്. എന്താണ് ഇവിടെ ഈ തെറ്റായിക്കൊണ്ട് മറ്റൊരാളെ അറസ്റ്റ് ചെയ്തു, അതുപോലെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പോലീസ് പെട്ടെന്ന് നടപടി എടുത്തോ, ഇത്തരം കാര്യങ്ങളൊക്കെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ട്. എ മിസ്റ്റേക്ക് മെയ്ഡ്, ഒരു പിശക് പറ്റി. ഡൂറിങ് ദി ഇൻവെസ്റ്റിഗേഷൻ, അന്വേഷണത്തിനിടയിൽ. ഓഫ് ദ ബോളിവുഡ് ആക്ടേഴ്സ് അറ്റാക്ക്, ഈ ബോളിവുഡ് നടനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണത്തിനിടയിൽ ഒരു പിശക് സംഭവിച്ചു. സിവിയർലി ഇമ്പാക്റ്റഡ്, സിവിയർലി എന്നാൽ ഗൗരവമായി എന്നുള്ള അർത്ഥമാണ്. കഠിനമായിട്ട്. ഇമ്പാക്റ്റഡ്, അത് ഫലം ചെയ്തു, അത് നെഗറ്റീവായിട്ട് എന്താണ് അദ്ദേഹത്തിന് ഫലം ചെയ്തു. ദ ലൈഫ് ഓഫ് ആകാശ് കനോജിയ, ഈ ആകാശ് കനോജിയ എന്ന പേരുള്ള ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അത് വളരെ മോശമായിട്ട് ഇമ്പാക്റ്റ് ചെയ്തു. ഫ്രം ഛത്തീസ്ഗഡ്, ഇദ്ദേഹം ഛത്തീസ്ഗഡ് എന്ന പേരുള്ള ഈ സ്ഥലത്ത് നിന്ന് ഉള്ള വ്യക്തിയാണ്. ഹു വാസ് റോങ്ഫുള്ളി ഡിറ്റെയിൻഡ്, അദ്ദേഹം, ഈ കനോജിയ എന്ന പേരുള്ള ഇദ്ദേഹത്തെ പറ്റിയാണ് ഹു ഉപയോഗിച്ചിട്ടുള്ളത്. ഹു വാസ് റോങ്ഫുള്ളി ഡിറ്റെയിൻഡ്. റോങ്ഫുള്ളി എന്നാൽ തെറ്റായിക്കൊണ്ട് എന്നുള്ള അർത്ഥമാണ്. ഡിറ്റെയിൻഡ് എന്നാൽ തടവിലായി എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹത്തെ പിടികൂടി ഇൻ കണക്ഷൻ വിത്ത് ദ കേസ്, ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തെ തെറ്റായിക്കൊണ്ട്, പിശക് സംഭവിച്ചുകൊണ്ട് അദ്ദേഹത്തെ പിടികൂടി, അദ്ദേഹം പിടിയിലായി. ഈ സംഭവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വളരെ മോശമായിട്ട് സ്വാധീനിച്ചു. ഹി ക്ലെയിംസ്, ക്ലെയിം എന്നാൽ പ്രഖ്യാപിക്കുക, വാദിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം വാദിച്ചു ദാറ്റ് ഹിസ് ലൈഫ് ഹാസ് ടേൺഡ് അപ്സൈഡ് ഡൗൺ. അപ്സൈഡ് ഡൗൺ എന്നാൽ താറുമാറായ എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം താറുമാറായി തീർന്നിട്ടുണ്ട്. ഡ്യൂ ടു എന്നാൽ കാരണത്താൽ എന്നുള്ള അർത്ഥമാണ്. ഡ്യൂ ടു ദ ബ്ലണ്ടർ എന്നാൽ മണ്ടത്തരം എന്നുള്ള അർത്ഥമാണ്. ഈ പോലീസിന് സംഭവിച്ച ഈ മണ്ടത്തരം കൊണ്ട്, ഇദ്ദേഹത്തെ തെറ്റായിക്കൊണ്ട് അറസ്റ്റ് ചെയ്തു, ആ മണ്ടത്തരം എന്തായി? അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ താറുമാറാക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു. ആകാശ് കനോജിയ നോട്ട് ഓൺലി ലോസ്റ്റ് ഹിസ് ജോബ്, അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ബട്ട് ഈവൻ ഹിസ് മാരേജ് പ്രപ്പോസൽ ഗോട്ട് ക്യാൻസൽഡ്, അദ്ദേഹത്തിൻ്റെ വിവാഹാലോചന പോലും അദ്ദേഹത്തിൻ്റെത് റദ്ദായി, അതുപോലും എന്തായി? ദുർബലപ്പെട്ടു പോയി ഈ വിഡ്ഢിത്തരം കൊണ്ട്. വാട്ട് ഹാപ്പൻഡ് വിത്ത് ആകാശ് കനോജിയ, ആകാശ് കനോജിയക്ക് എന്താണ് സംഭവിച്ചത്?
ആകാശ് കനോജിയ എ ഡ്രൈവർ ബൈ പ്രൊഫഷൻ. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ കൊണ്ട് അദ്ദേഹം ഒരു ഡ്രൈവറാണ്. അദ്ദേഹം ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. വാസ് ഡിറ്റെയിൻഡ്. അദ്ദേഹം പിടിയിലായി അറ്റ് ദർഗ് റെയിൽവേ സ്റ്റേഷൻ ഇൻ ഛത്തീസ്ഗഡ് ഓൺ ജാനുവരി 18. ജാനുവരി 18 ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അദ്ദേഹം പിടിയിലായി വൈൽ ട്രാവലിംഗ് ടു മീറ്റ് ഹിസ് പ്രൊസ്പെക്റ്റീവ് ബ്രൈഡ്. പ്രൊസ്പെക്റ്റീവ് എന്നാൽ ഭാവി എന്നുള്ള അർത്ഥം, വരാനിരിക്കുന്ന, ഭാവിയിലുള്ള, ഇതൊക്കെയാണ് അർത്ഥം. അദ്ദേഹത്തിൻ്റെ ഭാവി വധു, ബ്രൈഡ് എന്നാൽ വധു, ഭാവി വധുവിനെ കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം യാത്രയിലായിരുന്നു. അതിനിടയിൽ അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിലായിരുന്നു. അവിടെ വച്ച് അദ്ദേഹം ജാനുവരി 18 പിടിയിലായി. ദി ആക്ഷൻ വാസ് ടേക്കൺ. ഈ നടപടി എടുക്കപ്പെട്ടു, ഈ പിടികൂടുക എന്നുള്ള നടപടി എടുത്തു. എങ്ങനെ? ആഫ്റ്റർ, അതിനുശേഷം, ദ റെയിൽവേ പോലീസ് ഫോഴ്സ് RPF റിസീവ്ഡ്. റെയിൽവേ പോലീസ് ഫോഴ്സിന് ലഭിച്ചു എ ടിപ്പ് ഓഫ് എന്നാൽ രഹസ്യ സൂചന എന്നുള്ള അർത്ഥം. ഒരു രഹസ്യ സൂചന ലഭിച്ചു. RPF റിസീവ്ഡ് എ ടിപ്പ് ഓഫ്. RPFന് ഒരു രഹസ്യ സൂചന ലഭിച്ചു ഫ്രം ദ മുംബൈ പോലീസ്. മുംബൈ പോലീസിൽ നിന്നും RPFന് ഒരു രഹസ്യ വിവരം ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടിയെടുത്തത്, അദ്ദേഹത്തെ പിടികൂടുക എന്നുള്ള നടപടിയെടുത്തത്. ഹവവർ, എന്നാൽ ഹി വാസ് റിലീസ്ഡ്. അദ്ദേഹം മോചിതനായി, അദ്ദേഹത്തെ വിട്ടയച്ചു. ദ നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം. ആഫ്റ്റർ, അതിനുശേഷം, അനദർ സസ്പെക്ട് ഷെരീഫുൽ ഇസ്ലാം ഷഹ്സാദ് വാസ് അറസ്റ്റഡ് ഇൻ മുംബൈ സ്ഥാനെ. സസ്പെക്റ്റ് എന്നാൽ കുറ്റക്കാരനാണെന്ന് സംശയിക്കപ്പെടുന്നവൻ എന്നുള്ള അർത്ഥമാണ്. കുറ്റക്കാരനാണെന്ന് സംശയിക്കപ്പെടുന്ന മറ്റൊരു പ്രതി, എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? ഷെരീഫുൽ ഇസ്ലാം ഷഹ്സാദ് എന്ന പേരുള്ള വ്യക്തിയെ മുംബൈയിൽ വച്ച് അറസ്റ്റ് ചെയ്തു. അതിനുശേഷം എന്തായി? അടുത്ത ദിവസം അദ്ദേഹത്തെ വിട്ടു. മുമ്പ് പറഞ്ഞ ഈ തെറ്റായിക്കൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട കനോജിയയെ വിട്ടയച്ചു. വൺ മിസ്റ്റേക്ക് ഓഫ് ദ മുംബൈ പോലീസ്. മുംബൈ പോലീസിൻ്റെ ഒരു പിശക്. റോയിൻ എന്നാൽ നശിപ്പിക്കുക എന്നുള്ള അർത്ഥം. റോയിൻഡ്, നശിപ്പിച്ചു. മൈ ലൈഫ്, എൻ്റെ ജീവിതം നശിപ്പിച്ചു. മുംബൈ പോലീസിൻ്റെ ഒരു പിശക് എൻ്റെ ജീവിതം നശിപ്പിച്ചു. ദേ ഫെയിൽഡ് ടു നോട്ടീസ് ഐ ഹാഡ് എ മസ്താഷ് ആൻഡ് ദ പേഴ്സൺ ഇൻ ദ CCTV ഫൂട്ടേജ് ഫ്രം ദ ആക്ടേഴ്സ് ബിൽഡിംഗ് ഡിഡ് നോട്ട്. ദേ ഫെയിൽഡ്, അവർ പരാജയപ്പെട്ടു, അവർക്ക് പിശക് പറ്റി, അവർ ശ്രദ്ധിച്ചില്ല. ദേ ഫെയിൽഡ് ടു നോട്ടീസ്, അവർ ശ്രദ്ധിച്ചില്ല, അതിൽ അവർ വീഴ്ച വരുത്തി. എന്താണ്? ഐ ഹാഡ് എ മസ്താഷ്. മസ്താഷ് എന്നാൽ മീശ എന്നുള്ള അർത്ഥം, മേൽമീശ. എനിക്ക് മീശ ഉണ്ടായിരുന്നു. ആൻഡ് ദ പേഴ്സൺ ഇൻ ദ CCTV ഫൂട്ടേജ്, CCTV ദൃശ്യത്തിലുള്ള വ്യക്തി ഫ്രം ദ ആക്ടേഴ്സ് ബിൽഡിംഗ് ഡിഡ് നോട്ട്, ആ നടൻ്റെ ബിൽഡിങ്ങിലുള്ള CCTVയിൽ ഉള്ള വ്യക്തിക്ക് എന്തില്ല? മീശ ഇല്ല. അതാണ് ഡിഡ് നോട്ട്, ഇല്ല. എന്നാൽ അദ്ദേഹത്തിന് എന്തുണ്ട്? മീശയുണ്ട്. ഈ തെറ്റായിക്കൊണ്ട് പിടിയിലായിട്ടുള്ള ഈ വ്യക്തിക്ക്, കനോജിയ എന്ന പേരുള്ള ഈ വ്യക്തിക്ക് മീശയുണ്ട്. അത് പോലീസ് ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഒരു പിശക് പോലീസിന് സംഭവിച്ചു. അത് ശ്രദ്ധിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. കനോജിയ ടോൾഡ്, കനോജിയ പറഞ്ഞു. PTI ന്യൂസ് ഏജൻസിയാണ്, ഇവരോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. ശരിയായിട്ടുള്ള പ്രതിക്ക് മീശയില്ല, ഇദ്ദേഹത്തിന് മീശയുണ്ട്. CCTV ദൃശ്യത്തിൽ അത് കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ പോലീസ് അതെന്ത് ചെയ്തില്ല? ശ്രദ്ധിച്ചില്ല. അങ്ങനെ ആ പിശക്, അങ്ങനെ പോലീസ് ചെയ്ത ആ വിഡ്ഢിത്തം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം നശിച്ചു. അതാണ് അദ്ദേഹം പറയുന്നത്. ബൈ ദ ടൈം ഓഫ് കനോജിയ വാസ് റിലീസ്ഡ്. കനോജിയ മോചിതനായപ്പോഴേക്കും, അദ്ദേഹത്തെ വിട്ടയച്ചപ്പോഴേക്കും, ഇതൊക്കെയാണ് അർത്ഥം. ബൈ ദ ടൈം ഓഫ് കനോജിയ വാസ് റിലീസ്ഡ്. ഹിസ് ഫോട്ടോസ് വേർ സർക്കുലേറ്റഡ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോകൾ പ്രചരിക്കപ്പെട്ടിരുന്നു. വൈഡ്ലി അക്രോസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. സോഷ്യൽ മീഡിയകളിലൂടെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോകൾ പ്രചരിക്കപ്പെട്ടിരുന്നു. അദ്ദേഹം മോചിതനായപ്പോഴേക്കും. വിച്ച് കോസ്റ്റ്, അത് കാരണമായി.
സിഗ്നിഫിക്കൻറ്റ് ഡാമേജ് ടു ഹിസ് റെപ്യൂട്ടേഷൻ. സിഗ്നിഫിക്കൻ്റ് എന്നാൽ കാര്യമായ എന്നുള്ള അർത്ഥമാണ്. റെപ്യൂട്ടേഷൻ എന്നാൽ പ്രശസ്തി, കീർത്തി, മതിപ്പ്, ഇതൊക്കെയാണ് അർത്ഥം. ഈ സംഭവം അദ്ദേഹത്തിൻ്റെ മതിപ്പിനെ വളരെ മോശമായിട്ട് കാര്യമായിട്ട് ബാധിച്ചു. കാര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഡാമേജ് എന്നാൽ നഷ്ടപ്പെടുക, കേടുപാട് സംഭവിക്കുക. അദ്ദേഹത്തിൻ്റെ മതിപ്പിന് കേടുപാട് വരാൻ ഈ സംഭവം കാരണമായി. വളരെ കാര്യമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മതിപ്പ് ഇല്ലാതെയാകാൻ ഇത് കാരണമായി. അദ്ദേഹത്തെ വിട്ടയച്ചപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഫോട്ടോകൾ സോഷ്യൽ മീഡിയകളിലൂടെ ആകമാനം പ്രചരിക്കപ്പെട്ടു. ഹി സെഡ്, അദ്ദേഹം പറഞ്ഞു, വെൻ ഐ കോൾഡ് മൈ എംപ്ലോയർ. എംപ്ലോയർ എന്നാൽ യജമാനൻ എന്നുള്ള അർത്ഥമാണ്. തൊഴിൽദാതാവ്, ജോലി നൽകുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ യജമാനന്, അദ്ദേഹത്തിന് ജോലി നൽകുന്ന വ്യക്തിക്ക് അദ്ദേഹം വിളിച്ച സമയത്ത്, അതാണ് വെൻ ഐ കോൾഡ് മൈ എംപ്ലോയർ, ഞാൻ എൻ്റെ എംപ്ലോയറെ വിളിച്ച സമയത്ത്, ഹി ആസ്ക്ഡ്, അദ്ദേഹം ആവശ്യപ്പെട്ടു, ഹി ആസ്ക്ഡ് മീ, അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു, നോട്ട് റിപ്പോർട്ട് ടു വർക്ക്. റിപ്പോർട്ട് എന്നാൽ ഇവിടെ ഹാജരാകുക എന്നുള്ള അർത്ഥമാണ്. ജോലിക്ക് ഹാജരാകരുത് എന്ന് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു, ഞാൻ എൻ്റെ മുതലാളിയെ വിളിച്ച സമയത്ത്. മൈ ഗ്രാൻഡ് മദർ ദെൻ ടോൾഡ് മീ, പിന്നീട് എൻ്റെ ഗ്രാൻഡ് മദർ എന്നോട് പറഞ്ഞു, മുത്തശ്ശി എന്നോട് പറഞ്ഞു, ദാറ്റ് ദ ഫാമിലി ഓഫ് ദ പ്രൊസ്പെക്റ്റീവ് ബ്രൈഡ്, ഭാവി വധുവിൻ്റെ കുടുംബം, ഹാഡ് റിഫ്യൂസ്ഡ്, അവർ നിരസിച്ചിട്ടുണ്ട്, ടു ഗോ അഹെഡ് വിത്ത് ദ മാരേജ് ടോക്സ് ഫോളോവിങ് മൈ ഡിറ്റൻഷൻ. ഡിറ്റൻഷൻ എന്നാൽ അറസ്റ്റ് ചെയ്യൽ എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ടിട്ട് അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പ്രതിശ്രുത വധുവിൻ്റെ കുടുംബം എന്താക്കി, കല്യാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംസാരം, അതുമായിട്ടുള്ള ചർച്ച വേണ്ടെന്ന് തീരുമാനിച്ചു. അവർ നിരസിച്ചു. ഈ വിവാഹാലോചനയുമായിട്ട് മുന്നോട്ട് പോകാൻ ആ വധുവിൻ്റെ കുടുംബം നിരസിച്ചു എന്ന് എൻ്റെ മുത്തശ്ശി പിന്നീട് എന്നോട് പറഞ്ഞു. റിഫ്യൂസ്ഡ് എന്നാൽ നിരസിച്ചു എന്നുള്ള അർത്ഥമാണ്. ഫോളോവിങ് മൈ ഡിറ്റൻഷൻ എന്നാൽ എന്നെ അറസ്റ്റ് ചെയ്തതുമായി അതിനെ തുടർന്ന്. കനോജിയാസ് ഗ്രാൻഡ് മദർ, കനോജിയയുടെ മുത്തശ്ശി തുൾസാബായ് യാദവ് സെഡ്, പറഞ്ഞു, ദാറ്റ് ദേ ഹാവ് ഡിമാൻഡ്, അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്, കോമ്പൻസേഷൻ. കോമ്പൻസേഷൻ എന്നാൽ നഷ്ടപരിഹാരം എന്നുള്ള അർത്ഥമാണ്. ഫ്രം ദ ഗവൺമെൻറ്, ഗവൺമെൻറ്റിൻ്റെ പക്കൽ നിന്നും അവർ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കനോജിയുടെ ഗ്രാൻഡ് മദർ പറഞ്ഞു, അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ പക്കൽ നിന്നും കോമ്പൻസേഷൻ, നഷ്ടപരിഹാരം. ആകാശ് കനോജിയ പ്ലാൻസ് ടു സീക്ക് ജോബ് ഫ്രം സെയ്ഫ് അലി ഖാൻ. ആകാശ് കനോജിയ തീരുമാനിച്ചു, അദ്ദേഹം പദ്ധതിയിട്ടു, ടു സീക്ക് തേടാൻ വേണ്ടി, ജോലി തേടാൻ വേണ്ടി, ഫ്രം സെയ്ഫ് അലി ഖാൻ, സെയ്ഫ് അലി ഖാൻ്റെ അടുക്കൽ നിന്നും ജോലി തേടാൻ വേണ്ടിയിട്ട് ഈ ആകാശ് കനോജിയ തീരുമാനിച്ചു. ദ 31-year-old ഹാസ് വൗഡ് ടു എന്നാൽ ശപഥത്തോടെ എന്നുള്ള അർത്ഥം. അദ്ദേഹം ശപഥം ചെയ്ത്, 31 വയസ്സുകാരനായ ആകാശ് കനോജിയ, ടു പ്രൊട്ടസ്റ്റ്, പ്രതിഷേധിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു, ഔട്ട്സൈഡ് സെയ്ഫ് അലി ഖാൻസ് മുംബൈ റെസിഡൻസ്, മുംബൈയിലെ സെയ്ഫ് അലി ഖാൻ്റെ താമസ സ്ഥലം, റെസിഡൻസ് എന്നാൽ താമസ സ്ഥലം, അതിന് പുറത്ത് അദ്ദേഹം പ്രതിഷേധിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. സീക്കിംഗ് എ ജോബ്, ഒരു ജോലി തേടിക്കൊണ്ട്, ജോലി ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീടിന് പുറത്ത് പ്രതിഷേധിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. 31 വയസ്സായിട്ടുള്ള ആകാശ് കനോജിയ. ഹി സെഡ്, അദ്ദേഹം പറഞ്ഞു, ഐ പ്ലാൻ ടു സ്റ്റാൻഡ് ഔട്ട്സൈഡ് സെയ്ഫ് അലി ഖാൻസ് ബിൽഡിംഗ് ആൻഡ് സീക്ക് എ ജോബ് ആസ് ഐ ഹാവ് ലോസ്റ്റ് എവറിത്തിങ് ബിക്കോസ് ഓഫ് വാട്ട് ഹാപ്പൻ ടു ഹിം. ഐ പ്ലാൻ, ഞാൻ പദ്ധതി ഇടുന്നു, ടു സ്റ്റാൻഡ് ഔട്ട്സൈഡ് സെയ്ഫ് അലി ഖാൻസ് ബിൽഡിംഗ്, സെയ്ഫ് അലി ഖാൻ്റെ ബിൽഡിങ്ങിന് പുറത്ത് നിന്ന് ജോലി തേടാൻ വേണ്ടിയിട്ട് ഞാൻ തീരുമാനിക്കുന്നു. ആസ് ഐ ഹാവ് ലോസ്റ്റ് എവറിത്തിങ്, എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടത് കൊണ്ട്, ബിക്കോസ് ഓഫ് വാട്ട് ഹാപ്പൻ ടു ഹിം, അദ്ദേഹത്തിന് സംഭവിച്ചത് അതുകൊണ്ട്, അത് കാരണം എനിക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് എല്ലാം നഷ്ടമായി. ആയതുകൊണ്ട് സെയ്ഫ് അലി ഖാൻ്റെ ബിൽഡിങ്ങിന് മുമ്പിൽ ഞാൻ ജോലി ആവശ്യപ്പെട്ടുകൊണ്ട്
നിൽക്കാൻ ഞാൻ തീരുമാനിച്ചു.